ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ ചരിത്രപ്രസിദ്ധമായ തിരുമൂലദേവനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് വിവരിക്കുന്നത്. ശിവപെരുമാൻ്റെ കൈലാസത്തിൽ ശിവസന്നിധിയിൽ വച്ച് നന്ദിദേവൻ്റെ ശിഷ്യനായി ഒരു മഹായോഗി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സുന്ദരർ എന്നായിരുന്നു. അദ്ദേഹം ആഗമങ്ങളെല്ലാം പഠിച്ച് മഹാസിദ്ധനായി തീർന്നിരുന്നു. അദ്ദേഹത്തിന് അണിമ മഹിമ മുതലായ സർവസിദ്ധികളും വശഗതമായിരുന്നു. അദ്ദേഹം ദക്ഷിണ ദിക്കിലെ അഗസ്ത്യമുനിയെ കാണുവാൻ വേണ്ടി അഗസ്ത്യകൂടം എന്ന പുതിയ മലയിലേക്ക് ദക്ഷിണോന്മുഖനായി യാത്ര തിരിച്ചു. എന്നിട്ട് പല പല ശിവക്ഷേത്രങ്ങളിലും അദ്ദേഹം തൊഴുകയുണ്ടായി. കേദാരം, അവിമുക്തം, ഗോകർണം, മല്ലികാർജുനം, കാളഹസ്തി, അരുണാചലം, വൃദ്ധാചലം, കാഞ്ചി, ചിദംബരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ശിവനെ ആരാധിച്ച് അവസാനം അദ്ദേഹം കാവേരി തീരത്ത് എത്തിച്ചേർന്നു. കാവേരി സിന്ധു സംഗമത്തിലും ഛായാവനത്തിലും ശ്വേതവനത്തിലും പാപനാശകമായ മായൂരത്തിലും ജഗദംബയെയും പരമേശ്വരനെയും ഭജിച്ചു. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ തിരുവാവാടുതുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ആ തിരുവാവാടുതുറയിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടം പശുക്കളുടെ കരച്ചിൽ കേൾക്കുകയാണ്. ആ കരച്ചിലിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹം ഒരു സത്യം കണ്ടു. അതായത് പശുക്കളുടെ കൂട്ടത്തെ മേച്ചിരുന്ന ഇടയൻ മൂലൻ മരിച്ചു കിടക്കുന്നു. ആ തങ്ങളുടെ ഇടയൻ മരിച്ച വേദന കൊണ്ട് പശുക്കൾ കരയുകയാണ്. സ്നേഹനിധിയായ സുന്ദരർ ഈ പശുക്കളുടെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് മൂലൻ്റെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം ചെയ്തു. തൻ്റെ ശരീരം ഒരിടത്ത് മാറ്റി വച്ചിട്ട് മൂലൻ്റെ ശരീരത്തിലേക്ക് സുന്ദരർ പരകായ പ്രവേശം ചെയ്തു. അതോടെ മൂലൻ എഴുന്നേറ്റ് പശുക്കളുടെ അടുത്തേക്ക് ചെല്ലുന്നു. പശുക്കൾ വർദ്ധിച്ച സ്നേഹാദരങ്ങളോടെ ഈ മൂലൻ്റെ അടുത്ത് ചെന്ന് നക്കുകയും സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും എല്ലാം ചെയ്തു. അന്ന് സന്ധ്യയായപ്പോൾ പശുക്കൾ അവിടെ കൂടാരങ്ങളിലേക്ക് വീടുകളിലേക്ക് തിരിച്ചു പോയപ്പോൾ മൂലൻ അവരെ വഴി നടത്തി ഓരോ വീടുകളിലും കൊണ്ടുവന്നെത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ വൈകിട്ടും തൻ്റെ ഭർത്താവ് വരാത്തത് കാരണം എവിടെയാണ് ഭർത്താവ് എന്ന് അന്വേഷിച്ച് മൂലനെ തിരക്കി മൂലൻ്റെ ഭാര്യ എത്തിച്ചേർന്നു. അവർ മൂലനെ കണ്ടു. എന്നിട്ട് ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് മൂലൻ്റെ കൈ പിടിക്കാൻ ആ ഭാര്യ ശ്രമിച്ചു. അപ്പോൾ കൈ തട്ടി മാറ്റിക്കൊണ്ട് മൂലൻ പറഞ്ഞു, എന്നെ തൊടരുത്, ഞാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. മൂലൻ്റെ ഭാര്യ ഇത് കണ്ട് വല്ലാതെ വേദനിച്ച് ഗുരുജനങ്ങളോടും അടുത്തുള്ളവരോടും വിവരം പറഞ്ഞു. അവർ മൂലനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു അശുദ്ധത്തിൻ്റെ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ധ്യാനനിമഗ്നനായിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ വലിയ തേജസ് കണ്ടിട്ട് അവർ
മടങ്ങിച്ചെന്ന് ഭാര്യയോട് പറഞ്ഞു, മൂലൻ വളരെ വലിയൊരു തേജസ്വിയായ യോഗിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി അയാൾക്ക് കുടുംബജീവിതത്തിൽ താല്പര്യമില്ല. ഈ സത്യം മനസ്സിലാക്കിയ ഭാര്യ പിന്നീട് മൂലനെ തപശ്ചര്യയ്ക്ക് വേണ്ടി തന്നെ വിട്ട് പോവുകയും ചെയ്തു. അദ്ദേഹം അവിടെ തൻ്റെ പഴയ ശരീരം അന്വേഷിച്ചു നിന്നപ്പോൾ അത് കണ്ടില്ല. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയം ഇതാ നോക്കൂ, ചേക്കിഴാണത് വർണ്ണിക്കുന്നുണ്ട്. സ്വയം യോഗശക്തി കൊണ്ട് ആരാഞ്ഞപ്പോൾ അറിഞ്ഞത് തൻ്റെ പുതുജീവിതം കൊണ്ട് ശൈവമത വിശ്വാസികൾക്ക് തനിക്കുണ്ടായ ഉപദേശങ്ങളുടെ ഫലം എത്തിച്ചു കൊടുക്കാനുള്ള ഈശ്വര നിർദ്ദേശത്താൽ ഇങ്ങനെ വന്നുകൂടിയത് എന്നായിരുന്നു. ആ ശാസനത്തെ ശിരസ്സാ സ്വീകരിച്ച് തിരുവാവാടുതുറ ക്ഷേത്രത്തിൽ വന്ന് അശുദ്ധ വൃക്ഷത്തിൻ്റെ കീഴിൽ യോഗാസനത്തിലിരുന്ന് ജ്ഞാന യോഗ ക്രിയാചര്യ എന്ന അർത്ഥധർമ്മങ്ങളെ വിവരിച്ച് കാട്ടും പ്രകാരം തിരുമന്ദിരം എന്ന ഒരു മഹാകൃതി രചിച്ചു. 3000 ശ്ലോകങ്ങളാണുള്ളത്. അത് ചരിത്രകാരന്മാരും വിശ്വാസികളും പറയുന്നത് ഓരോ വർഷവും ഓരോ ശ്ലോകം വീതം, ഓരോ പാടൽ വീതം എഴുതി 3000 വർഷം കൊണ്ടാണത്രേ തിരുമന്ദിരം എഴുതി തീർത്തത്. അങ്ങനെ തിരുമന്ദിരം എന്ന മഹാ ഇതിഹാസകൃതി അത് യോഗ, ജ്ഞാന യോഗ, ക്രിയ, ചര്യ ഇവകളെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ്. തിരുമൂലരുടെ തിരുമന്ദിരത്തെക്കുറിച്ചിട്ട് 2020 മുതൽ ഏതാണ്ട് 4 വർഷം നീണ്ടു നിൽക്കുന്ന 687 എപ്പിസോഡുകളിലായി ഞാൻ തിരുമന്ദിര വ്യാഖ്യാനം യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. സാന്ദീപിനി സഭ എന്നടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ തിരുമന്ദിര വ്യാഖ്യാനത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഏതാണ്ട് 4 വർഷത്തിൽ കൂടുതൽ കാലം കൊണ്ടാണ് ഈ ശ്ലോകങ്ങൾ, തിരുമന്ദിരത്തിലെ മഹാമന്ത്രങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞത്. താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക. നമുക്ക് തിരുമന്ദിരത്തിലെ ഒരു പാടലിലേക്ക് മാത്രം കിടക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് പറയുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുമന്ദിരം യജ്ഞത്തിലേക്ക് കടന്നാൽ മതി. നമുക്ക് ഒരു പാടൽ മാത്രം നോക്കാം. അതിൻ്റെ കാതൽ എന്ന് പറയാവുന്ന ഒരു ഭാഗമാണിത്. പരമായ 5 എഴുത്ത് ഉൾനടുവാക പരമായ നവശിമ പാർക്കിൽ മവയനശി പരമായ ശിയനമവ ആം പരത്തു ഓകിൽ പരമായ വാശിമയനമായി നിൻ്റെ. അതായത് തിരുവമ്പല ചക്രം എങ്ങനെ ചമയ്ക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ മന്ത്രം. ഞാൻ അതിൻ്റെ അർത്ഥം, ആ തിരുവമ്പല ചക്രം, ശിവചക്രം, തിരുമൂല ചക്രം എന്നൊക്കെ പറയപ്പെടുന്ന ഈ മഹാശിവചക്രം എന്താണെന്ന് വിശദീകരിക്കാം. ഓം ശിവയ നമ യനവശിമ മവയനശി ശിയ നമവ വശിമയന. ഇതാണ് ആ പഞ്ചാക്ഷരി മന്ത്രം. അതിനെപ്പറ്റി തിരുമൂലദേവൻ വളരെ വിശദീകരിക്കുന്നുണ്ട്. തന്നിൽ തെളിഞ്ഞ നാദശക്തിയെ പ്രണവത്തിലാഴ്ത്തി താനും നന്ദികനും രണ്ടല്ല ഒന്നാണെന്ന് അദ്വൈത ബോധമാർന്ന് ബ്രഹ്മരന്ധ്രവാതിലുയർന്ന് പ്രകാശിക്കുന്ന ജ്യോതിയെ നന്ദീശൻ എന്നുണർന്ന് സ്വയം ശിവമായി മാറിയവൻ്റെ ശിവചക്രമാണിത്.
തിരുവമ്പല ചക്രത്തിനുള്ളിൽ അക്ഷരങ്ങൾ 5 ഭംഗിയായി അതാത് ഇടങ്ങളിൽ ചേർന്ന് നിൽക്കും. അതോട് ചേർന്ന് 51 അക്ഷരങ്ങളും അടങ്ങി നിൽക്കും. അതിൽ എൻ്റെ പരാപരൻ നന്ദികൻ മേന്മയാർജിച്ച് പ്രകാശിച്ചു നിൽക്കും. ഈ പഞ്ചാക്ഷരി മന്ത്ര സാധനയിലൂടെ ശിവനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതോടൊപ്പം നന്ദീശദേവനിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് പോലെ തന്നെ തിരുമൂലദേവനിലേക്കും സിദ്ധപരമ്പരയിലേക്കും വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് നമുക്ക് ആണ്ടിറങ്ങാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആ മന്ത്രം ഞാൻ ഒന്നുകൂടി പറയാം. ഓം ശിവയ നമ യനവശിമ മവയനശി ശിയ നമവ വശിമയന ഓം. ഇതാണ് ആ അക്ഷര മന്ത്രം. തിരുവമ്പല ചക്രം എന്ന ശിവചക്രം ഈ രീതിയിൽ എഴുതപ്പെടുന്നു. അത് ധരിക്കുകയോ അല്ലെങ്കിൽ ഈ മന്ത്രസാധന നിരന്തരം ചെയ്യുകയോ ചെയ്താൽ അയാൾക്ക് ശിവനുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. തിരുമൂലദേവൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.